Press the bell icon on the YouTube app and never miss another update. രണ്ട് അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഞങ്ങളുടെ സൂചിപ്പിച്ചിരുന്നു. ഈ രണ്ടാമത്തെ അനൗൺസ്മെന്റ് എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന വിജയ സാറിനും മിഥുനും അറിയാമെന്നാണ്, അവർക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ലോഞ്ച് ഫംഗ്ഷൻസിലേക്ക് കടക്കാം. മമ്മൂക്ക, ബാലേന്ദ്രൻ സർ, ലാലു സർ, ലിലു തോമസ്. ക്രിസ്മസ് പണിയുണ്ട്. കാരണം എന്റെ സുഹൃത്ത് സൈജു കുറിപ്പ് ഒരു സജഷൻ വെച്ചു. നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇത് 3D എങ്ങനെ ഇരിക്കും എന്ന്. എന്താ തീർച്ചയായിട്ടും കാരണം ഞാൻ കുറച്ചും പറഞ്ഞുള്ളൂ, ചെയ്ത കഥാപാത്രം വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു കഥാപാത്രമാണ് ഷാജി പാപ്പൻ. എന്തോ അപ്പോ തീർച്ചയായിട്ടും ആദ്യത്തിൽ വരുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഒരു വാക്ക് കൂടി പറഞ്ഞോട്ടെ. നേരത്തെ ഒരുപാട് പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് അഭിനയിച്ചാലും നമ്മുടെ ഫോക്കസ് പിടിക്കുന്ന ഒരു ഫോക്കസ് കൂടുതലുണ്ട്. ഗോപി, അദ്ദേഹത്തോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് കടത്തി പോവുകയുള്ളൂ. കൂടാതെ തന്നെ തീർച്ചയായിട്ടും എന്റെ എന്താ പറയുക, അപ്പോത്തിക്കിരി എന്ന് പറയുന്ന സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് ഇന്ദ്രൻചേട്ടൻ. ലാൽചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഒരു ഭയങ്കര നന്മയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെ 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 അഭിമാനമുണ്ട്. അതുപോലെ തന്നെ മുമ്പക്കട കൂടി മേനോൻ സാറിന്റെ കൂടെയൊക്കെ വേദി പങ്കിടാൻ കഴിഞ്ഞത്, ലാൽചേട്ടന്റെ കൂടെയും ഞാൻ അറബിക്കഥ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ലിജോന്റെ കൂടെയും എനിക്കൊരു ചിത്രം അഭിനയിക്കുന്നു. വല്ലാത്ത ആഗ്രഹം ലിജോ. ഈ ഒരു നല്ല നിമിഷത്തിനും ആദ്യത്തേക്കും എല്ലാവിധ ആശംസകളും. നമുക്കുള്ള വേണ്ടോ ഈ ഇത്രയും പ്രഗത്ഭരായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ നായകൻ ജയസൂരി ആദ്യമായി മമ്മൂക്ക മേമന്റോ നൽകുന്നു. ഷാജി പാപ്പൻ അതിമനോഹരമായ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചതിന് കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ പ്രിയപ്പെട്ട ഇന്ദ്രൻചേട്ടനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 36 വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് നൽകി. നമ്മുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ, അതുപോലെ തന്നെ ഈ വയോ എന്ന ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് മികച്ച സംവിധായകനെ കരസ്ഥമാക്കിയ ലിജോ ജോസ് പല്ലിശ്ശേരിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ചന്ദ്രൻ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അവാർഡ് ജേതാക്കൾ ആണ്, അവരെയാണ് ആദരിക്കുന്നത്. വേദി പങ്കിടുന്നത് ഇതിന്റെയും വിജയബാബു സാറിനെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മമ്മൂക്കയോടൊപ്പം പ്രിയപ്പെട്ട കുടുംബ സംവിധായകൻ ബാലചന്ദ്രൻ സാറുണ്ട്. അനേകം നായികമാരെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച, അനേകം കുടുംബ ബന്ധങ്ങളുടെ നല്ല സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച
സമ്മാനിച്ച എക്കാലത്തെയും മികച്ച ഒരു സംവിധായകനാണ് ബാലേന്ദ്ര മേനോൻ സാർ. അദ്ദേഹത്തിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ച ആ വിവരവും ഇപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി അനുസ്മരിക്കുകയാണ്. പുറത്തിറങ്ങാനുള്ള എന്നാലും ശരത് എന്ന സിനിമയെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാവിധമായ ആശംസകളും ആ സിനിമയ്ക്ക് നേരുകയാണ്. പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടൻ 2 വാക്ക് ആദരിക്കുന്നതിന് മുന്നായി സംസാരിക്കുവാൻ മൈക്ക് നൽകുകയാണ്. അല്ല അതേ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തേക്ക് വരും. അത് കഴിഞ്ഞ് വേണം കുഴപ്പമില്ല. ഓക്കെ നമുക്കെല്ലാം നല്ല ആളുകളുടെ അവാർഡ് കിട്ടി. നമുക്ക് സന്തോഷിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് പ്രാണിയില്ല. ഒക്കെ ഭയങ്കരമായി. നമസ്കാരം. ഡയറക്ഷനൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. പുസ്തകം പൊട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നിൽക്കുന്ന വേദിയിൽ നിൽക്കുക, അതിനിടയിൽ ഇതിൽ പങ്കിടുക എന്ന് പറയുന്നത് ഒരു കാര്യം. വലിയ വലിയ സന്തോഷം. നന്ദി പറയുന്നത്. മമ്മൂക്ക ഒന്നാടി അടിച്ച് ആദരിക്കുന്നു. പ്രിയ സംവിധായകൻ രാജോസ് സാർ, സെക്രട്ടറി ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഈ ധന്യ മുഹൂർത്തത്തിൽ ഈ വേദിയെ ധന്യമാക്കുന്നു പ്രിയപ്പെട്ട സംസ്ഥാന ജേതാക്കൾ. ഒപ്പം മികച്ച സംസ്ഥാന സീനിയർ സംവിധായകൻ ശ്രീ ബാലചന്ദ്ര മേനോൻ സാർ ആദരങ്ങൾ നൽകുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എരിവുള്ളത് കാന്താരമുളകിനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിച്ചു നോക്കിയാൽ ഇത്രയും ചെറിയ പ്രവാടിയാൻ പറയല്ല, ചെറിയ മനുഷ്യനായിട്ടും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ദ്രൻസ് ആദ്യം ഒരു കോമഡിയനായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസിനാവുന്നതും ആകാത്തതും ഒരു കാലത്ത് നമ്മുടെ സിനിമയിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദ്രൻസ് നടന്ന് തിരിച്ചറിയുകയും നല്ല വേഷങ്ങൾ എടുക്കുകയും ചെയ്തത്. ഇന്ദ്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് പ്രത്യേകതരം സിനിമകൾ എടുക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ കലാമൂല്യമുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായ സിനിമകളെന്ന് നമ്മൾ പറയുന്ന സിനിമകൾ എടുക്കുന്ന ആളുകൾക്ക് ഇന്ദ്രൻ അവയിലുള്ള അദ്ദേഹം മന്ദകാലത്തായ ഒരു നിർവഹിക്കുന്ന സമയം കാണുന്നില്ലേ, ആറിൻ്റെ ഡിഗ്രിയിലേക്കൊന്നും പോയിട്ടുള്ളൂ. ആളുകൾ കാണാതെ അത്രത്തോളം തിരക്കുള്ള നന്നായിരുന്നു ഇന്ദ്രൻ സംവിധാനം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അർത്ഥവത്തായ സിനിമകളിലും അർത്ഥമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അതിനുള്ള അംഗീകാരം കിട്ടി. ഇതിൻ്റെ അടുത്തുള്ള ഒരു സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ സിനിമ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാനതിൻ്റെ ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ മറ്റേ ഓട്ടോമിൽ അപ്പോൾ തന്നെ എനിക്ക് എവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇയാൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് വലിയ പരീക്ഷണമാണ്. ഇവിടെ നല്ല സിനിമകൾ എടുക്കാനും പരീക്ഷണ സിനിമകൾ എടുക്കാനും അതിൻ്റെ പരീക്ഷണ കഥാപാത്രങ്ങൾ മടിയില്ലാതെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോഴാണ്. ഈ പ്രധാനപ്പെട്ട വലിയ വലിയ മഹാപ്രതിഭകൾക്കല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതിഭ കണ്ടെത്താൻ സാധിക്കുന്ന സംവിധായകരെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇന്ദ്രൻസിനെ പക്ഷേ നമ്മൾ ഒരു വലിയ നടനായിട്ട് നടന്മാരെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള നടന്മാരും പിന്നെ കാര്യങ്ങളൊന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്തൊരു നിലയിൽ നിൽക്കുന്ന ഇന്ദ്രൻസ് പോലെയുള്ള നിൽക്കുന്ന കിട്ടാത്ത കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതിന് പക്ഷേ അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ സാധിക്കുന്നതോട് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഭാവിയും മലയാള സിനിമയിലെ നല്ല കഥാപാത്രങ്ങളിലൂടെ ഇതിലൂടെ അറിയപ്പെടാൻ അദ്ദേഹത്തെ ആശംസിക്കുകയും ലിജോയുടെ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
ബിജു പക്ഷേ വഴിമാറി സഞ്ചരിക്കുന്ന സംവിധായകനാണ്. എല്ലാവരും ഞാൻ പറയും വഴിമാറി സഞ്ചരിക്കുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ വഴിമാറ്റങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാവനകൾ സഞ്ചരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു എത്താൻ പറ്റാത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, ഫാൻറ്റസികൾ ഉണ്ടായിട്ടുണ്ട്, മാജിക്കൽ റിയലിസം, അൺറിയലിസ്റ്റിക്, റിയലിസ്റ്റിക് അങ്ങനത്തെ എല്ലാത്തരം സിനിമകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മായ എന്നൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിന് മുമ്പത്തെ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിരുന്നു, അത് കമേഴ്ഷ്യലി വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഈ സിനിമയും അങ്ങനെ നല്ല സിനിമകൾ ഓടുകയും നല്ല സിനിമകൾ വ്യാപാരപരത ഓടുകയും ചെയ്യുന്നത് സിനിമയുടെ നല്ല ലക്ഷ്യങ്ങളാണ്. നല്ല സിനിമകളിലേക്ക് സിനിമ വീണ്ടുമാണ് ഈ പറയുന്ന നമ്മുടെ ആളുകളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ കുറച്ച് കാണുന്ന ഈ മസാല സിനിമകൾ മലയാള സിനിമകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതല്ലാത്ത പുതിയ മസാലകൾ, പുതിയ ചേരുവകളുള്ള സിനിമകൾ വരുന്നതിൻ്റെ വലിയ ഒരു പ്രധാനപ്പെട്ട ആളാണ് ബിജു. അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇനിയും സിനിമകൾ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും. ബാഹുബലി 1 എന്നുള്ള ചോദ്യത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും അധികം ചോദിച്ചൊരു ചോദ്യമാണ്, ആട് 2-ന് ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസ് ആട് 3-യുമായി വരുന്നുണ്ടോ എന്ന്. ഇത് ഇവിടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിജയ സാറിനടുത്തും ഇവരോടൊപ്പം ഇഷ്ടമുള്ള ചോദ്യമുണ്ട്. അവരെ പല തവണ ഡിസ്കസ് ചെയ്ത് ഒരാളെ ഇവിടെ വിളിക്കാൻ വന്നു. എൻ്റെ ഫ്രണ്ട് ആൻഡ് പാർട്ട്ണർ തോമസ് എൻ്റെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലുള്ള ഫ്രണ്ടായിരുന്ന തോമസ് അപ്പൊ അത് ഉണ്ടോ മ്യൂസിക് ഇല്ലെങ്കിൽ ഞാൻ മേരിയിൽ നിന്ന് മാറി. ഓൾമോസ്റ്റ് ഇനിയിപ്പം ആട് 3-ൽ മേരി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിത് വാങ്ങിക്കുന്നത് എൻ്റെ മേരിക്കുട്ടിയുടെ നിന്നാണ്. ഷോ താങ്ക് യു വിജയ്, താങ്ക് യു ജയൻ, താങ്ക് യു മിഥുൻ ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് സച്ച് അമേസിംഗ് പ്രോജക്റ്റ്. എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആടിൽ ഓൾമോസ്റ്റ് ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ് മേരിയുടെ ഈ ലാസ്റ്റ് ഇത്. പക്ഷെ അന്ന് എൻ്റെ ഭാഗ്യത്തിന് അത് അവരെടുത്തില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ആട് 2-ൽ ഭാഗമാകാൻ പറ്റി. ആട് 3-ൽ ഉണ്ടാവോ വിജയ്? അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക് യു. വേദിയിൽ തുടരുക. പാപ്പൻ ടീമിനെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആഘോഷങ്ങൾ ആഘോഷിക്കേണ്ട പോലെ ആഘോഷിക്കുമ്പോഴാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങളാവുന്നത്. അങ്ങനത്തെ ഒരു ആഘോഷത്തിലാണ് ഞാനും നിങ്ങളും എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞു ആട് 1-ാം ഭാഗം പരാജയമായിരുന്നു എന്ന്. പക്ഷെ എനിക്കും ജയനൊക്കെ അറിയാം വിജയേട്ടന് അത്യാവശ്യം നല്ല കാഴ്ച കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇതിപ്പോ 2ാമത്തെ ഭാഗം വന്നപ്പോ നോട്ടറിനുള്ള മെഷീൻ മേടിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോ ജയന്റെ കൂടെ അതെ, ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജയന്റെ കൂടെ അഭിനയിച്ചാൽ ഇടക്കിടക്ക് ഒരു ഷീൽഡ് കിട്ടുന്നൊരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ ആകട്ടെ. മിഥുൻ, വിജയേട്ടൻ, വിനയേട്ടൻ, അങ്ങനെ ഒരുപാട് ക്യാമറമാൻ വിഷ്ണുവേട്ടൻ, ഷിബുചേട്ടൻ, അങ്ങനെ ഈ സിനിമയുടെ